ഹബക്കൂക്ക് 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? സാഹസനിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ഠയുള്ളവയായി വരും. അതുകൊണ്ട് ന്യായപ്രമാണമയഞ്ഞിരിക്കുന്നു. ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ജാതികളുടെ ദൃഷ്ടി വെച്ചു നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദരെ ഉണർത്തും. അവർ തങ്ങളുടെ അല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ. അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. അവരുടെ കുതിരകൾ പുള്ളിപ്പുലിയേക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായേക്കാൾ ഉഗ്രതയുമുള്ളവ. അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു. അവരുടെ കുതിരച്ചേവകർ ദൂരത്തു നിന്ന് വരുന്നു. തിന്മാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു. അവർ ഏവരും സംഹാരത്തിനായി വരുന്നു. അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു. അവർ മണൽ പോലെ ബന്ധന്മാരെ പിടിച്ചേർക്കുന്നു. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു. പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു. അവർ ഏത് കോട്ടയും കുറിച്ച് ചിരിക്കുന്നു. അവർ മണ്ണ് കുനിച്ച് അതിനെ പിടിക്കും. അന്ന് അവൻ കാറ്റുപോലെ അടിച്ചു കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും. സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ദോഷം കണ്ടുകൂടാത്തവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും, മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇരജാതികളെ പോലെയും ആക്കുന്നത് എന്ത്? അവൻ അവയൊക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു. അവൻ വല കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു. കോരുവലയിൽ ചേർത്ത് കൊള്ളുന്നു. അതുകൊണ്ട് അവൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. അത് ഹേതുവായി അവൻ തന്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു. കോരുവലയ്ക്ക് ധൂപം കാട്ടുന്നു. അവയിലല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത്. അത് നിമിത്തം അവൻ തന്റെ വല കുടഞ്ഞ് ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ? ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാർക്കുമോ.